ദിലീപ് അനുകൂലികൾ പ്രതീക്ഷ വെക്കുകയാണ് ഈ വിധി വരാൻ പോകുന്ന വിധിയെക്കുറിച്ച്. അതായത് ദിലീപിനെതിരെ കാര്യമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല, വന്നത് പലതും വ്യാജമായ തെളിവുകളാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ പ്രോസിക്യൂഷന്റെ വാദം എന്താണ്? ഈ തെളിവുകൾ ശക്തിയുള്ള തെളിവുകളാണോ? പ്രോസിക്യൂഷൻ നിലവിൽ ആ നിലയ്ക്ക് തന്നെ ഹാജരാക്കിയ തെളിവുകൾ, സാക്ഷികൾ, അതോടൊപ്പം തന്നെ സുപ്രധാനമായ ചില മൊഴികൾ, ഇതെല്ലാം പ്രോസിക്യൂഷൻ വളരെ കൃത്യമായി തന്നെ ഇതിനകത്ത് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, വിചാരണ അനന്തമായി നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ ഒരു പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നു പൾസർ സുനിക്ക്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത്. സെപ്റ്റംബർ മാസത്തിൽ 2024 സെപ്റ്റംബറിൽ പൾസർ സുനി 7.5 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം ജാമ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വിമർശനം, ഇതിങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല, വളരെ പെട്ടെന്ന് തന്നെ വിചാരണ നടപടികൾ പൂർത്തിയാക്കണമെന്ന് ബന്ധപ്പെട്ട വിചാരണ കോടതിക്ക് നിർദ്ദേശമുണ്ടായിരുന്നു. ആ രൂപത്തിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ചില ഡെവലപ്മെന്റ്, വിചാരണ നടപടികൾ തുടങ്ങിയതിനു ശേഷം തന്നെ ചില ഡെവലപ്മെന്റുകൾ വന്നു. അത് ഈ തുറന്നിട്ട കോടതിയിൽ വിചാരണ നടത്തണം. നിലവിൽ ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് ആണ്. ആ കോടതിക്കകത്തെ വിചാരണ നടപടികളിൽ ആർക്കും പ്രവേശനമില്ല. പക്ഷേ അഭിഭാഷക തന്നെ, നടിയുടെ അഭിഭാഷക തന്നെ കോടതി ചില ഹർജികൾ നൽകിയിട്ടുണ്ട്. ഈ വിചാരണ ജഡ്ജിക്ക് തന്നെ ചില ഹർജികൾ നൽകിയിട്ടുണ്ട്. അതായത് തുറന്നിട്ട കോടതിയിൽ നടത്തേണ്ടതില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാര്യം അത് സുതാര്യമല്ല, കേസിനകത്ത് ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തുറന്ന കോടതിയിൽ വിചാരണ നടത്തണമെന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വെക്കുകയാണ്. പക്ഷെ അത് കോടതി അംഗീകരിച്ചില്ല. ഒരു വിക്ടിം അല്ലെങ്കിൽ ഒരു സർവൈവർ എന്നുള്ള നിലയ്ക്ക്, ആ നിലയ്ക്ക് തന്നെ ഇതിന്റെ നിയമപരമായ നടപടികളിലൂടെ കേസ് മുന്നോട്ട് പോകണമെന്നാണെന്ന് വിചാരണ കോടതി ആ ഉത്തരവിൽ വ്യക്തമാക്കിയത്. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. മാത്രമല്ല, ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രപതിക്ക് വരെ ഇതിന്റെ കത്ത് അയക്കുന്ന ഒരു സാഹചര്യം, നടിയുടെ ഭാഗത്ത് നിന്ന് ഈ രാഷ്ട്രപതിക്ക് വരെ കത്തയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നേരത്തെ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതായി സയന്റിഫിക് പരിശോധനയിൽ, ഫോറൻസിക് പരിശോധനയിൽ വെളിപ്പെട്ടിരുന്നു. 3 തവണ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് എന്നാണ് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായത്. അത് ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ഒരു ഫാക്ട് ഫൈൻഡിംഗ് എൻക്വയറി നടത്താൻ, വസ്തുതാന്വേഷണം നടത്താൻ ജില്ലാ ജഡ്ജിക്ക് ഒരു നിർദ്ദേശം നൽകി. അത് പരിഗണനയിലിരിക്കുകയാണ്. പിന്നീട് വീണ്ടും നടി ഹൈക്കോടതിയെ സമീപിക്കുന്നത് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത്, ആരാണ് ഇതിനകത്ത് അനധികൃതമായി മെമ്മറി കാർഡ് പരിശോധന നടത്തിയത്, കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുന്ന ഒരു വിചാരണ നടപടികളുടെ ഭാഗമായി പിടിച്ചെടുത്തിട്ടുള്ള ഒരു തെളിവ്, സുപ്രധാനമായ നിർണായകമായ ശാസ്ത്രീയമായ ഒരു തെളിവ് അനധികൃതമായി പരിശോധിക്കപ്പെട്ടത് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച് ഒരു SIT അന്വേഷണം വേണമെന്നായിരുന്നു നടിയുടെ മറ്റൊരു ഹർജി. ആ ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തു. പിന്നീടാണ് വളരെ ശക്തമായ രൂപത്തിൽ കുറെ കൂടി വാദങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. അത് സുപ്രീം കോടതിയുടെ പെൻഡിങ്ങിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, രാഷ്ട്രപതിക്ക് നടി തന്നെ നേരിട്ട് ഒരു കത്തയക്കുന്നുണ്ട്. ആ കത്തും അവിടെ അങ്ങനെ രാഷ്ട്രപതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ സ്വഭാവത്തിൽ ഇതിന്റെ വിധി പ്രസ്താവം ഡിസംബർ 8 വരുന്നത്. നോക്കൂ, 2017 ഈ വിഷയം നടന്നതിനു ശേഷം ജൂൺ മാസത്തോടുകൂടി ദിലീപ് അറസ്റ്റിലാകുന്നു. നേരത്തെ പൾസർ സുനി അറസ്റ്റിലാകുന്നു. അങ്ങനെ കേസിന്റെ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിക്കുന്നു. അതിനുശേഷം പിന്നീട് കുറെ കൂടി രണ്ടാമത് അധികമായി ഒരു കുറ്റപത്രം സമർപ്പിക്കുന്ന ഘട്ടത്തിലാണ് 11 പ്രതികളുള്ള കേസിൽ ഒരു പ്രതിയെ പിന്നീട് ഒഴിവാക്കുന്നത്. 10 പേർ വീണ്ടും ഉൾപ്പെടുന്നതിൽ ഇപ്പോൾ പ്രതിപട്ടികയിലുള്ളത് 9 പേരാണ്. അതിൽ 8ാം പ്രതിയാണ് ദിലീപ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1ാം പ്രതി പൾസർ സുനി നൽകിയ ചില സുപ്രധാനമായ സംഭാഷണങ്ങളുണ്ട്, ജയിലിൽ നിന്ന് പുറത്തു വന്ന കത്തുകളുണ്ട്. ഇതുൾപ്പെടെ പലതരത്തിൽ ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം നിലനിൽക്കുമെന്നാണ് പ്രോസിക്യൂഷൻ വളരെ ശക്തമായി തന്നെ വാദിക്കുന്നത്. നടിയെ മുൻവൈരാഗ്യം വെച്ച് ആക്രമിക്കണമെന്നും അത് ഉൾപ്പെടെ ചില കൊട്ടേഷൻ നൽകിയതുമായി ബന്ധപ്പെട്ടുമായിരുന്നു പൾസർ സുനിയിൽ ചോദ്യം ചെയ്തതെന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായത്. പ്രത്യേകമായ അന്വേഷണ സംഘം രൂപീകരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഈ കേസിന്റെ ദിലീപ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ചിത്രത്തിലേക്ക് വരുന്നതോടുകൂടി പിന്നീട് വളരെ വലിയ അമ്മയ്ക്കകത്ത് തന്നെ, താരസംഘടനയായ അമ്മയ്ക്കകത്ത് തന്നെ വളരെ വലിയ രൂപത്തിൽ ഒരു വിഭാഗീയത ഉണ്ടാകുന്നു. വനിതാ അംഗങ്ങൾ, പ്രധാനപ്പെട്ട ചില വനിതാ അംഗങ്ങൾ മുന്നോട്ട് വരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ള നിലയ്ക്ക് അവർ ചില ആശങ്കകൾ മുന്നോട്ട് വെക്കുന്നു. ഏറ്റവും പ്രധാനമായി ഈ കേസുമായി ബന്ധപ്പെട്ടാണ് അത്തരം മൂവ്മെന്റ് തന്നെ WCC എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ തന്നെ രൂപീകരിക്കുന്നു. അവർ ചില കാര്യങ്ങൾ വളരെ പരസ്യമായി തന്നെ സാധാരണഗതിയിൽ സംഘടന എടുക്കാത്ത നിലപാടുകൾക്ക് വിരുദ്ധമായി അവർ കുറെ കൂടി എന്താ പറയാ ഒരു പ്രത്യേകമായ കാര്യങ്ങൾ, വനിതകളുടെ സുരക്ഷ ഈ ഇൻഡസ്ട്രിക്കകത്ത് ഒട്ടുമില്ല, അതിൽ തങ്ങൾക്ക് ചില ആശങ്കകളുണ്ട്. അങ്ങനെ ചില ഇടപെടലുകൾ സംഘടനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ചില അഭിനേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെ തുടരുക. ഇപ്പോൾ